നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഫ്ലൈബിഗ് എയർലൈൻസിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ ഇതാണ് ഫ്ലൈബിഗ് എയർലൈൻസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഫ്ലൈബിഗ് എയർലൈൻസിന്റെ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾക്ക് അവിടെ നിന്നും ഈ ഒരു ലിങ്ക് പരിശോധിച്ചുകൊണ്ട് ഈ ഒരു വെബ്സൈറ്റിൽ എത്തിച്ചേരുവാൻ കഴിയും. എന്തായാലും ഈ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നമുക്കറിയാം ഫ്ലൈബിഗ് എയർലൈൻസ് എന്ന് പറയുന്നത് ഏറ്റവും പുതിയതായിട്ട് ഇന്ത്യയിൽ ആരംഭിച്ച ഒരു റീജിയണൽ എയർലൈൻസ് ആണ്. 2020 ഡിസംബറിലാണ് ഇവരുടെ പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ ഫ്ലൈബിഗ് എയർലൈൻസ് നിലവിൽ ഒരു റീജിയണൽ എയർലൈൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇന്ത്യയിലെ പ്രമുഖ 6 നഗരങ്ങളിലേക്കാണ് ഇപ്പോൾ ഇവരുടെ സർവീസ് ഉള്ളത്. ഇവരുടെ ഫ്ലൈറ്റുകൾ ഈ പറയുന്ന 6 നഗരങ്ങളിലേക്കാണ് ഉള്ളത്. അതായത് ന്യൂഡൽഹി, അതുപോലെ തന്നെ അഹമ്മദാബാദ്, ഷില്ലോങ്, ഇൻഡോർ, അതുപോലെ തന്നെ റായ്പൂർ തുടങ്ങിയിട്ടുള്ള നഗരങ്ങളിലേക്കാണ്, ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലേക്കാണ് നിലവിൽ ഫ്ലൈബിഗ് എയർലൈൻസിന്റെ ഫ്ലൈറ്റുകളും മറ്റുമുള്ളത്. അപ്പോൾ അവരുടെ സർവീസ് നിലവിൽ ഈ പറയുന്ന റീജിയനിലാണ് അവരുടെ സർവീസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഒരു റീജിയണൽ എയർലൈൻസ് ആയിട്ടാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ഫ്ലൈബിഗ് എയർലൈൻസിലാണ് നിലവിൽ ഒഴിവുകൾ ഉള്ളത്. അപ്പോൾ എന്തായാലും +2 യോഗ്യത ഉള്ളവർക്ക് മുതൽ ഡിഗ്രി യോഗ്യത ഉള്ളവർക്കും മറ്റു ടെക്നിക്കൽ ഒഴിവുകളിലേക്ക് അതാത് മേഖലയിൽ ക്വാളിഫിക്കേഷനുള്ള സുഹൃത്തുക്കൾക്കും അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ട് വരുന്ന ഫ്ലൈബിഗ് എയർലൈൻസിന്റെ. ഈ ഒരു വെബ്സൈറ്റിൽ കയറി നമുക്ക് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കാണാം. അതിന് താഴെയായിട്ട് മൂന്നാമത്തെ ഒരു സെക്ഷനായിട്ട് ഇവിടെ കരിയേഴ്സ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം. അപ്പോൾ വരുന്ന കരിയേഴ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈബിഗ് എയർലൈൻസിന്റെ ഈ ഒരു കരിയർ പേജിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. ഈ ഒരു പേജിൽ പ്രവേശിച്ചത് തന്നെ തൊട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ജോബ്സ് അറ്റ് ഫ്ലൈബിഗ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഇവിടെ കാണാം. അവിടെ നമുക്ക് കാണാം പൈലറ്റ്, ക്യാബിൻ ക്രൂ, ഗ്രൗണ്ട് സ്റ്റാഫ്, എഞ്ചിനീയറിംഗ്, കോർപ്പറേറ്റ് ആൻഡ് കൊമേഴ്ഷ്യൽ, അതേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 6ഓളം സെക്ഷനുകൾ ഇവിടെ കാണാം. അതിൽ ആദ്യത്തെ സെക്ഷനായി പൈലറ്റ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് അവർ നിലവിൽ ആളുകളെ റെക്കോർഡ് ചെയ്യിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് പൈലറ്റ്, അതായത് പൈലറ്റായിട്ട് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന അതാത് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റുകളാണ്. അപ്പോൾ ഇതെല്ലാം പൈലറ്റ് പോസ്റ്റുകളാണ്. ഇന്ത്യൻ ക്യാപ്റ്റൻസ്, അതുപോലെ തന്നെ എക്സ്പാറ്റ് ക്യാപ്റ്റൻസ്, ഫസ്റ്റ് ഓഫീസർ തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകളാണ്. അപ്പോൾ എന്തായാലും ഇത് ആ മേഖലയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകളാണ്. തൊട്ടടുത്തായിട്ട് നമുക്ക് ഇവിടെ കാണാം ക്യാബിൻ ക്രൂ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഇവിടെ കാണാം. നമുക്കിവിടെ കാണാം ഇത് സ്ത്രീകൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയുക. അപ്പോൾ ക്യാബിൻ ക്രൂ പോസ്റ്റിലേക്ക് സ്ത്രീകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. വിദ്യാഭ്യാസ യോഗ്യത ആവശ്യപ്പെട്ടിരിക്കുന്ന +2 മാത്രമാണ്. അപ്പോൾ +2 വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റാണ് ഈ പറയുന്ന ക്യാബിൻ ക്രൂ പോസ്റ്റ്. അപ്പോൾ എത്ര ഒഴിവുകളുണ്ടെന്നുള്ള കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ പറയുന്ന യോഗ്യതയുള്ള സ്ത്രീ സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ ശ്രമിക്കുക. എയർപോർട്ട് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ മികച്ചൊരു അവസരം തന്നെയാണ്. നമുക്കിവിടെ കാണാം ഓൺലി ഫീമെയിൽസ് എന്നാണ് ഇവിടെ നൽകിയിരുന്ന അപ്ലിക്കബിലിറ്റി എന്ന ഭാഗത്ത് ഓൺലി ഫീമെയിൽ, അതായത് സ്ത്രീകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. നമുക്കിവിടെ കാണാം മിനിമം ക്വാളിഫിക്കേഷൻ ആൻഡ് റിക്വയർമെന്റ്സ്, എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്കിവിടെ കാണാം. ഇന്ത്യൻ നാഷണൽ വിത്ത് വാലിഡ് പാസ്പോർട്ട്, പാൻ കാർഡ്, ആധാർ കാർഡ്, മിനിമം ഏജ് ഓഫ് 18 ഇയേഴ്സ്, മാക്സിമം 30 ഇയേഴ്സ്. അപ്പോൾ 18 വയസ്സ് മുതൽ 30 വയസ്സിലുള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. മിനിമം ഹൈറ്റ് 155 സെന്റിമീറ്റേഴ്സ് ഉണ്ടായിരിക്കണം. ഹൈസ്കൂൾ പാസ് എന്നാണ് ഇവിടെ നൽകിയത്. അപ്പോൾ തന്നെ +2 വിദ്യാഭ്യാസമുള്ള സ്ത്രീ സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റാണ്. എക്സലന്റ് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലുവൻസി ഇൻ സ്പോക്കൺ ആൻഡ് റിട്ടൺ, ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി എന്നിവിടെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. ഇതൊരു റീജിയണൽ എയർലൈൻസ് ആണ്. അതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യയിലാണ് നോർത്ത് ഇന്ത്യയിലെ പ്രമുഖ 6 നഗരങ്ങളിലാണ് ഇവരുടെ പ്രധാനമായിട്ടും ഇവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും അതോടൊപ്പം തന്നെ ഹിന്ദിയിലും നല്ല ഫ്ലുവൻസി ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ നൽകിയിരുന്നത്. റീജിയണൽ എയർലൈൻസ് ആയാലും ഇന്റർനാഷണൽ എയർലൈൻസ് ആയാലും നിങ്ങൾക്ക് എയർലൈൻസിൽ ജോലി ലഭിക്കണമെങ്കിൽ ഇംഗ്ലീഷിൽ നല്ല ഫ്ലുവൻസി ഉണ്ടായിരിക്കണം. എയർലൈൻസ് മേഖലയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന ഇംഗ്ലീഷ് ഫ്ലുവൻസി നിർബന്ധമാണ്. ഫ്ലുവൻസി ഇൻ സ്പോക്കൺ ആൻഡ് റിട്ടൺ ഇംഗ്ലീഷ്. അതോടൊപ്പം തന്നെ ഹിന്ദി ആവശ്യപ്പെടാൻ കാരണം ഇത് നോർത്ത് ഇന്ത്യയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു റീജിയണൽ എയർലൈൻസ് ആണ് ഈ പറയുന്ന ഫ്ലൈബിഗ് എയർലൈൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ ഹിന്ദി ലാംഗ്വേജിന്റെ പ്രൊവിഷ്യൻസ് കൂടി ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഹിന്ദിയും ഇംഗ്ലീഷും നല്ല രീതിയിൽ അറിഞ്ഞിരിക്കുന്ന ആളുകളായിരിക്കണം അപേക്ഷിക്കുന്നവർ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. പിന്നെ എബിലിറ്റി ടു വർക്ക് വിത്തിൻ ടീം, പാഷനേറ്റ് അബൌട്ട് കസ്റ്റമർ സർവീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് അടുത്തൊരു പോസ്റ്റ് നോക്കാം. ക്യാബിൻ ക്രൂ പോസ്റ്റിന് താഴെയായിട്ട് ഗ്രൗണ്ട് സ്റ്റാഫ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റാഫ് പോസ്റ്റിലേക്ക് വേണ്ട യോഗ്യതകളും മറ്റുള്ള കാര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിലും എത്ര ഒഴിവുകളുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുക. അപ്പോൾ എന്തായാലും യോഗ്യതയുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക. അപ്ലിക്കബിലിറ്റി എന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. മെയിൽ ഓർ ഫീമെയിൽ എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റാണ് ഈ പറയുന്ന ഗ്രൗണ്ട് സ്റ്റാഫ് പോസ്റ്റ്. മിനിമം ക്വാളിഫിക്കേഷൻ ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കിവിടെ കാണാം ഇന്ത്യൻ നാഷണൽ പാൻ കാർഡ് വിത്ത് ആൻഡ് ആധാർ കാർഡ്,
മിനിമം ഏജ് ഓഫ് 18 ഇയേഴ്സ്, മിനിമം ഹൈറ്റ് ഓഫ് 155 സെൻറ്റിമീറ്റേഴ്സ്, ഗ്രാജുവേറ്റ്സ് ആയിരിക്കും എന്നിവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഡിഗ്രിയാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ സ്ത്രീ സുഹൃത്തുക്കൾക്കും അതോടൊപ്പം തന്നെ മെയിൽ കാൻഡിഡേറ്റ്സിനും ഒരുപോലെ അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ് പറയുന്ന ഗ്രൗണ്ട് സ്റ്റാഫ് പോസ്റ്റ്. എക്സലന്റ് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ഇവിടെയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എയർപോർട്ട് ജോലി ആയതുകൊണ്ട് തന്നെ ഫ്ലുവൻസി ഇൻ സ്പോക്കൺ ആൻഡ് റിട്ടൺ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി എന്നിവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും നല്ല പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഡിഗ്രി കഴിഞ്ഞ സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം. പാഷനേറ്റ് അബൌട്ട് കസ്റ്റമർ ഗസ്റ്റ് സർവീസ്, എബിലിറ്റി ടു വർക്ക് വിത്തിൻ ടീം, അതുപോലെ തന്നെ ഔട്ട് ഗോയിങ് പേഴ്സണാലിറ്റി വിത്ത് എക്സലന്റ് ഇന്റർപേഴ്സണൽ സ്കിൽസ്. അപ്പോൾ ഇതൊക്കെയാണ് മിനിമം ക്വാളിഫിക്കേഷൻ ആൻഡ് റിക്വയർമെന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എക്സ്പീരിയൻസ് ഒന്നും ഈ ഒരു മേഖലയിൽ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ പക്ഷേ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഇംഗ്ലീഷും ഹിന്ദിയും നല്ല രീതിയിൽ സംസാരിക്കാനും അതുപോലെ തന്നെ എഴുതാനുമുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഈ പറയുന്ന 2 ലാംഗ്വേജിലുള്ള പ്രൊഫിഷ്യൻസിയാണ് അവർ പ്രധാനമായും നോക്കുന്നത്. മാത്രമല്ല ഡിഗ്രി കഴിഞ്ഞ സുഹൃത്തുക്കളും ആയിരിക്കണം. 18 വയസ്സ് മുതലുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കാണ് ഈ പറയുന്ന ഗ്രൗണ്ട് സ്റ്റാഫ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ അടുത്ത് നമുക്ക് എഞ്ചിനീയറിംഗ് മറ്റൊരു സെക്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ കാണാം. ഇത് മിനിമം 4 വർഷത്തെ എക്സ്പീരിയൻസ്, ഈ പറയുന്ന മേഖലയിൽ എക്സ്പീരിയൻസ് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സുഹൃത്തുക്കൾക്ക് ഈ പറയുന്ന ഏവിയേഷൻ മെയിൻ്റനൻസ് എക്സ്പീരിയൻസ് ഉള്ള എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ഈ പറയുന്ന ടെക്നിക്കൽ സർട്ടിഫിക്കേഷൻ എഞ്ചിനീയറിംഗ് ലൈസൻസ് അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള 4 വർഷത്തെ കോളേജ് ഡിഗ്രിയുള്ള സുഹൃത്തുക്കൾക്ക് മാത്രമേ, ഈ പറയുന്ന ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ള സുഹൃത്തുക്കൾക്ക് മാത്രമേ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് സെക്ഷനിൽ നൽകിയിരിക്കുന്ന ടെക്നിക്കൽ ഇൻസ്ട്രക്ടർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അത്തരത്തിലുള്ള ആളുകൾക്കാണ് അത് അപേക്ഷിക്കാൻ കഴിയുക. അടുത്ത കോർപ്പറേറ്റ് ആൻഡ് കൊമേഴ്ഷ്യൽ സെക്ഷനാണ്. അവിടെ നമുക്ക് കാണാം നോ ഓപ്പണിംഗ്സ് കറന്റ് എന്നാണ് ഇവിടെ കോർപ്പറേറ്റ് ആൻഡ് കൊമേഴ്ഷ്യൽ സെക്ഷൻ നൽകിയിരിക്കുന്നത്. അടുത്ത് നമുക്ക് കാണാം അതേഴ്സ് എന്നൊരു സെക്ഷൻ കൂടിയുണ്ട്. അവിടെ നമുക്ക് കാണാം ഫ്ലൈറ്റ് ഡിസ്പാച്ചർ വേണ്ടൊരു പോസ്റ്റാണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുമെന്നാണ് അവിടെ നൽകിയത്. അതായത് എയർലൈൻ അതുപോലെ തന്നെ എയർപോർട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഓപ്പറേഷൻ എൻവറോൺമെന്റിലോ നിങ്ങൾക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്നാണ് അവിടെ നൽകിയിരിക്കുന്നത്. അതായത് ഫാമിലിയർ വിത്ത് ക്രൂ ഷെഡ്യൂൾ ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റേഷൻസ് ആൻഡ് ഇമ്പാക്ട്സ്, അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. കാൻഡിഡേറ്റ്സ് മസ്റ്റ് പോസസ് അറ്റ്ലീസ്റ്റ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ. അപ്പോൾ PGDO അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഡിഗ്രിയോ കഴിഞ്ഞ സുഹൃത്തുക്കൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. എക്സലന്റ് സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ് ഉണ്ടായിരിക്കണം. മാത്രമല്ല നിങ്ങൾക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഈ പറയുന്ന എയർലൈൻ എയർപോർട്ടിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കാണ് ഈ പറയുന്ന പോസ്റ്റിലേക്കും അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒഴിവുകളാണ് ഇതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം ക്യാബിൻ ക്രൂ പോസ്റ്റിലേക്ക് +2 കഴിഞ്ഞ സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. ഗ്രൗണ്ട് സ്റ്റാഫ് പോസ്റ്റിലേക്ക് ഡിഗ്രി കഴിഞ്ഞ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം. അപ്പോൾ അത്തരത്തിൽ +2 ഡിഗ്രിയും യോഗ്യതയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകളും നിലവിൽ ഈ പറയുന്ന ഫ്ലൈബിഗ് എയർലൈൻസിൽ ഉണ്ട് എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ഇമെയിൽ വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ എത്തരത്തിലാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ മെയിൽ അയക്കേണ്ടതെന്ന് നമുക്ക് ഇവിടെ നോക്കാം. ഈ പറഞ്ഞ ക്യാബിൻ ക്രൂ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ കാണാം. ഏറ്റവും താഴത്തായിട്ട് ഡോക്യുമെന്റ്സ് ടു ബി ഇമെയിൽഡ് എന്നാണ് നൽകിയത്. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള CV നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. PDF ഫോർമാറ്റിലുള്ള നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യുക. അതോടൊപ്പം ഫുൾ ലെങ്ത് ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അപ്പോൾ 2 ഫോട്ടോകൾ വേണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വേണം, പിന്നെ നിങ്ങളുടെ ഫുൾ ലെങ്ത് ഫോട്ടോയും വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള ആ 2 ഫോട്ടോകളും സ്കാൻ ചെയ്ത് നല്ല ക്ലിയർ ഉള്ള കോപ്പി തന്നെ അവർക്ക് ഡോക്യുമെൻ്റ് ആയിട്ട് അതിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ മെയിൽ ചെയ്യുവാൻ. അപ്പോൾ CVയും ഫുൾ ലെങ്ത് ഫോട്ടോയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയുമാണ് നിങ്ങൾ മെയിൽ ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ മെയിൽ ചെയ്യേണ്ടത്. പിന്നെ കോമ്പിറ്റൻസി കാർഡാണ്, അതുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാർഡുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് നിങ്ങൾക്കത് നൽകേണ്ടി വരിക. പിന്നെ അത് മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പ്രധാനമായിട്ടും CVയും ഫുൾ ലെങ്ത് ഫോട്ടോയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയുമാണ് നിങ്ങൾ മെയിൽ ചെയ്യേണ്ടത്. നിങ്ങൾ മെയിൽ ചെയ്യേണ്ട ഈ പറയുന്ന മെയിൽ അഡ്രസ്സിലേക്കാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. hr@flybig.in എന്ന് പറയുന്ന ഈ ഒരു ഇമെയിലിലേക്കാണ് നിങ്ങൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. ആപ്ലിക്കേഷനോടൊപ്പം അതായത് നിങ്ങൾ ഇമെയിൽ അയക്കുമ്പോൾ സബ്ജക്ട് സെഷനിൽ നിങ്ങളത് മെൻഷൻ ചെയ്യുക. അതായത് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്, ഇപ്പോൾ ക്യാബിൻ ക്രൂ പോസ്റ്റ് ആണെങ്കിൽ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ക്യാബിൻ ക്രൂ പോസ്റ്റ് എന്ന് നൽകുക. അതുപോലെ തന്നെ മറ്റ് പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ ഗ്രൗണ്ട് സ്റ്റാഫ് പോസ്റ്റിലേക്കാണെങ്കിൽ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഗ്രൗണ്ട് സ്റ്റാഫ് പോസ്റ്റ് എന്ന് നിങ്ങൾ അയക്കുവാൻ പോകുന്ന ഇമെയിലിൻ്റെ സബ്ജക്ട് സെഷനിൽ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്യണം. എങ്കിൽ മാത്രമേ അവർ അത്തരത്തിലുള്ള ഇമെയിലുകൾ മാത്രമേ അവർ പരിഗണിക്കുകയുള്ളൂ. പിന്നെ ഇമെയിലിൻ്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുക. മാത്രമല്ല നിങ്ങളത് നൽകുക. അതിനുശേഷം ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അയക്കുന്നതിന് മുമ്പ് ചെറുതായിട്ട് ഡിസ്ക്രിപ്ഷൻ കൂടി നൽകുക. നിങ്ങളൊരു ഇൻട്രൊഡക്ഷൻ കൂടി അവിടെ നൽകുക. അതായത് ഇപ്പോൾ റെസ്പെക്റ്റഡ് സാർ ഓർ മാഡം എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെറുതായിട്ടൊരു മെയിൽ അവിടെ ടൈപ്പ് ചെയ്ത് തയ്യാറാക്കുക. അതായത് നിങ്ങളുടെ പേരും അതോടൊപ്പം തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും മറ്റും മെൻഷൻ ചെയ്തുകൊണ്ട് ചെറിയൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അവിടെ നൽകുക. മാത്രമല്ല നിങ്ങളുടെ താല്പര്യം കൂടി അതിൽ അറിയിക്കുക. അതായത് നിങ്ങൾ വില്ലിംഗ് ആണ്, അതായത് ഫ്ലൈബിഗ് എയർലൈൻസിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾ വില്ലിംഗ് ആണ് എന്നുള്ള കാര്യം കൂടി അതിൽ മെൻഷൻ ചെയ്തതിന് ശേഷം ചെറിയൊരു ഷോർട്ടായിട്ട് നിങ്ങളൊരു ഇമെയിൽ തയ്യാറാക്കുക. അപ്പോൾ ആ ഒരു ഇമെയിൽ തയ്യാറാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫോർവേഡ് ചെയ്യുക. വെറുതെ ഈ ഒരു ഡോക്യുമെന്റ്സ് മാത്രം അപ്ലോഡ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ അവരത് മൈൻഡ് ചെയ്യുകയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു ഇമെയിൽ സാധാരണ ഇമെയിൽ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ ഫോർവേഡ് ചെയ്യുക. സബ്ജക്ട് സെഷനിൽ
മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അതായത് ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കേണ്ടത് ആ ഒരു പോസ്റ്റിന്റെ കാര്യം അവിടെ എഴുതുക. ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ക്യാബിൻ ക്രൂ ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ക്യാബിൻ ക്രൂ എന്ന് തന്നെ അവിടെ സബ്ജക്ട് സെക്ഷനിൽ എഴുതണം. അതിനുശേഷം നിങ്ങൾ റെസ്പെക്റ്റഡ് സാർ മാഡം എന്നെല്ലാം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷനും മാത്രമല്ല നിങ്ങൾ ഫ്ലൈബിഗ് എയർലൈൻസിൽ വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആണ് ഇന്ന പോസ്റ്റിലേക്ക്, അതായത് ഇപ്പോൾ ക്യാബിൻ ക്രൂ പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപേക്ഷിച്ചിരിക്കുന്നതെങ്കിൽ ആ പറയുന്ന ക്യാബിൻ ക്രൂ പോസ്റ്റിലേക്കുള്ള വേണ്ട യോഗ്യത എനിക്കുണ്ട്, അതുകൊണ്ട് തന്നെ ഫ്ലൈബിഗ് എയർലൈൻസിൽ വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന രീതിയിൽ ഇംഗ്ലീഷിൽ ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുക. ഇമെയിൽ ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം മാത്രം ഈ പറയുന്ന ഡോക്യുമെന്റ്സ് CV-യും ഫുൾ സൈസ് ഫോട്ടോയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അപ്ലോഡ് ചെയ്യുക. എന്നതിന് ശേഷം മാത്രം ഈ പറയുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്യുക. hr@flybig.in എന്ന് പറയുന്ന ഒരു ഇമെയിൽ അഡ്രസ്സാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇമെയിൽ അഡ്രസ്സിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ CV-യും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഫുൾ സൈസ് ഫോട്ടോയും ഫോർവേഡ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫുൾ സൈസ് ഫോട്ടോയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വെവ്വേറെ വേണം. അപ്പോൾ അത്തരത്തിലുള്ള ഫോട്ടോകൾ കൂടി നിങ്ങൾ അയക്കേണ്ടതുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. എയർപോർട്ട് ജോലി ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും അപേക്ഷിക്കുക, ഈ ഒരു ചാൻസ് നഷ്ടപ്പെടുത്താതിരിക്കുക. എന്തായാലും ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത പുതിയൊരു എയർലൈൻസ് ആണ് ഈ പറയുന്ന ഫ്ലൈബിഗ് എയർലൈൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാർട്ടിംഗ് കമ്പനി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഒഴിവുകൾ നിലവിലുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും യോഗ്യരായിട്ടുള്ള എല്ലാവരും അപേക്ഷിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല എയർപോർട്ട് ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. കാരണം ക്യാബിൻ ക്രൂ പോസ്റ്റിലേക്ക് സ്ത്രീകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സ്ത്രീ സുഹൃത്തുക്കൾക്ക് ഈ പറയുന്ന ക്യാബിൻ ക്രൂ പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുക. അതിനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുക. +2 കഴിഞ്ഞ സ്ത്രീ സുഹൃത്തുക്കൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ഇംഗ്ലീഷിലും ഹിന്ദിയിലും നല്ല ഫ്ലുവൻസി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഗ്രൗണ്ട് സ്റ്റാഫ് പോസ്റ്റിലേക്ക് ഡിഗ്രി കഴിഞ്ഞ സുഹൃത്തുക്കൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അതിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റാണ് ഗ്രൗണ്ട് സ്റ്റാഫ് പോസ്റ്റ്. അതിലും എത്ര ഒഴിവുകളാണെന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നൽകിയില്ല. അപ്പോൾ എന്തായാലും പുതിയൊരു എയർലൈൻസ് ആയതുകൊണ്ട് തന്നെ നിരവധി ഒഴിവുകൾ ഉണ്ടെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പറയുന്ന ഗ്രൗണ്ട് സ്റ്റാഫ് ക്യാബിൻ ക്രൂ പോസ്റ്റുകളിലേക്ക് എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടില്ല. പക്ഷേ ഈ പറയുന്ന ഇംഗ്ലീഷിലും ഹിന്ദിയിലുള്ള ഫ്ലുവൻസിയാണ് ഈ പറയുന്ന പോസ്റ്റുകളിലേക്കെല്ലാം ആവശ്യം. കാരണം എയർപോർട്ട് ജോലി ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ലാംഗ്വേജിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പ്രത്യേകിച്ചും ഫ്ലുവൻസി ഉണ്ടായിരിക്കണം. പിന്നെ ഇതൊരു നോർത്ത് ഇന്ത്യൻ റീജിയണൽ എയർലൈൻസ് ആയതുകൊണ്ട് തന്നെ ഹിന്ദി ലാംഗ്വേജിനും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അത്തരത്തിലുള്ള ലാംഗ്വേജ് ക്വാളിഫിക്കേഷൻ കൂടി വിദ്യാഭ്യാസ യോഗ്യതയോടൊപ്പം വേണം. അപ്പോൾ എന്തായാലും എയർപോർട്ട് ജോലി ആഗ്രഹിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുക. മാത്രമല്ല ഈ പറയുന്ന ക്വാളിഫിക്കേഷനുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. എല്ലാ ലിങ്കുകളും, അതായത് ഈ ഒരു ഇമെയിൽ അഡ്രസ്സ് ഞാൻ പറഞ്ഞു hr@flybig.in എന്ന് പറയുന്ന ഈ ഒരു ഇമെയിൽ അഡ്രസ്സിലേക്കാണ് നിങ്ങളുടെ CV-യും അതോടെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഫുൾ സൈസ് ഫോട്ടോയും നിങ്ങൾ ഫോർവേഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ആ ഒരു ഇമെയിൽ അഡ്രസ്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾക്ക് അവിടെ നിന്നും ആ ഒരു ഇമെയിൽ അഡ്രസ്സ് നോക്കിയതിന് ശേഷം ആ ഒരു ഇമെയിലേക്കാണ് നിങ്ങൾ മെയിൽ അയക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, സബ്ജക്റ്റിൻ്റെ അവിടെ ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കേണ്ടത് എന്ന രീതിയിൽ നിങ്ങൾ സബ്ജക്ട് സെഷനിൽ കറക്റ്റായിട്ട് ഫില്ലപ്പ് ചെയ്യണം. അതിനുശേഷം ഇമെയിൽ നിങ്ങൾ റെസ്പെക്റ്റഡ് സാർ മാഡം എന്നെല്ലാം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ അവിടെ നൽകുക. അതിനുശേഷം ഇന്ന പോസ്റ്റിലേക്ക്, ഇപ്പോൾ ക്യാബിൻ ക്രൂ പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നെങ്കിൽ ആ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എയർലൈൻസിൽ ഫ്ലൈബിഗ് എയർലൈൻസിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു മെയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തുണ്ടാക്കുക. അതിനുശേഷം മാത്രം ആ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് ഈ പറയുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇമെയിൽ അഡ്രസ്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.